നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ ഡെഫിനിഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ന്യൂട്രിയൻസ് എന്നുള്ളത്? ന്യൂട്രിയൻസ് ഒരു സബ്സ്റ്റൻസ് ആണ് ദാറ്റ് പ്രൊവൈഡ് നൗറിഷ്മെൻറ്റ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലൈഫ് ആൻഡ് ഫോർ ഗ്രോത്തിനും ലൈഫിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് നൗറിഷ്മെൻറ്റ് പ്രദാനം ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണോ അതിനെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 6 ചീഫ് ന്യൂട്രിയൻസ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് വാട്ടർ. ഇതാണ് 6 മെയിൻ ചീഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 6 ന്യൂട്രിയൻസും പ്രസൻ്റ് ആയിരിക്കുന്ന ഭക്ഷണത്തെയാണ്, ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആണ് മിൽക്ക്. ഒരു ധാന്യകം അല്ലെങ്കിൽ പൾസ് ഈ മിൽക്കിന് പകരം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് സോയാബീൻ. ദ പൾസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മിൽക്കാണ് സോയാബീൻ. സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ ആണ് ട്രോഫോളജി. വേൾഡ് ഹെൽത്ത് ഡേ April 7th. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇനി 2400 കാലറീസ് ആണ് ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാലറീസ്. അതാണ് 2400 കാലറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാം. ഫസ്റ്റത്തെയാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതിൽ ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്നുള്ള പ്രപ്പോർഷനിലാണ് അടങ്ങിയിരിക്കുക. അതായത് ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 1 ഓക്സിജൻ ഉണ്ടായിരിക്കും. ഇതാണ് 2:1 പ്രപ്പോർഷൻ്റെ അർത്ഥമാക്കുന്നത്. ഇതിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്ന രൂപങ്ങളാണ് ഷുഗേഴ്സ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൂക്കോസ്. സ്റ്റാർച്ചും സെല്ലുലോസൊക്കെ മെയിനായിട്ട് കാണുന്നത് പ്ലാന്റ്സിലായിരിക്കും. ഇനി സബ്സ്റ്റൻസ് ആക്ട്സ് ലൈക്ക് ഫ്യൂവൽ എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് എനർജിയാണ്. ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് അത് സബ്സ്റ്റൻസ് ലൈക്ക് ആക്ട്സ് ലൈക്ക് ഫ്യൂവൽ എന്നറിയപ്പെടാനായിട്ട് കാരണം. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സസ് ആണ്. എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക? അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൈസ്, വീറ്റ്, ഹണി, ഷുഗർ, പൊട്ടറ്റോ, ക്യാരറ്റ് എക്സെട്ര. ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കേണ്ടതായിട്ട് വരുന്നു. പ്ലാന്റ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് എന്ന രൂപത്തിലാണ്. എന്നാൽ എനിമൽസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് ഗ്ലൈക്കോജൻ എന്നുള്ള രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക. നമ്മുടെ ബോഡിയിലേക്ക് ഫുഡിൽ കൂടെ വരുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഈ ഗ്ലൈക്കോജൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. അതുകൊണ്ടാണ് ഷുഗർ പ്രസൻറ്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇൻ ലിവർ ഗ്ലൈക്കോജൻ എന്നറിയപ്പെടാൻ കാരണം. ലിവറിൽ ഏറ്റവും കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്ന ഷുഗർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൈക്കോജനാണ്. കാരണം ഗ്ലൈക്കോജൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്. ഡെയിലി റിക്വയർമെൻറ്റ് 400 to 500 gram ആണ്. അതായത് ഒരു അഡൾട്ട് പേഴ്സണ് ഡെയിലി എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണെന്നുള്ളതാണ് 400 to 500 grams. സ്റ്റാർച്ച് ഇൻ റൈസ് 70 to 80% ആണ്. ഒരു ചെറിയൊരു അരിമണി എടുത്താൽ വരെ അതിൻ്റെ 70 to 80% സ്റ്റാർച്ചാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഡയറ്റിങ് ചെയ്യുന്നവരും വെയിറ്റ് ലോസിന് പ്രിഫർ ചെയ്യുന്നവരെല്ലാം സ്റ്റാർച്ച് അവരുടെ ഫുഡിൽ നിന്ന് റൈസ് അവരുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാരണം. ബേസിക് യൂണിറ്റ് ഓഫ് സ്റ്റാർച്ചാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് ലീഡ്സ് ടു വെയിറ്റ് ലോസ് ആൻഡ് ടയേർഡ്നെസ്. ദഹിക്കാത്ത ഒരേ ഒരു കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെല്ലുലോസ് ആണ്. നമ്മൾ സെല്ലുലോസ് മെയിനായിട്ട് കാണുന്നത് ലീഫി വെജിറ്റബിൾസിൽ, ലീവ്സിൽ, പ്ലാന്റ്സിലാണ് നമ്മൾ സെല്ലുലോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് വരും. അത് ദഹിപ്പിക്കാനായിട്ടുള്ള ദഹനരസം, ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, അനിമൽസിൽ അത് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടാണ് സെല്ലുലോസ് ദഹിക്കാത്ത ഒരു കാർബോഹൈഡ്രേറ്റ് എന്നറിയപ്പെടാൻ കാരണം. ജലത്തിൽ ലയിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച്. 1 gram കാർബോഹൈഡ്രേറ്റ് 4.1 കാലറീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1 gram കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 4.1 കാലറീസ് ഓഫ് എനർജി നമുക്ക് ലഭിക്കുന്നു. അടുത്തതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ്. അതായത് ഷുഗേഴ്സ് പല തരത്തിലുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, ലാക്ടോസ്, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ ഫ്രക്ടോസ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഷുഗർ കാണപ്പെടുന്നത് ഫ്രൂട്ട്സിലും ഹണിയിലുമാണ്, തേനിൽ. അത് കഴിഞ്ഞ് സൂക്രോസ് കാണപ്പെടുന്നത് ഷുഗർ കെയിനിലാണ്. അതായത് നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന പഞ്ചസാര, അതിനെ ടേബിൾ ഷുഗർ എന്നാണ് പറയുക, അത് സൂക്രോസ് ആണ്. ലാക്ടോസ് കാണപ്പെടുന്നത് മിൽക്കിലാണ്. ഇനി 2 പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് അയഡിൻ ടെസ്റ്റും ബെനഡിക്ട് ടെസ്റ്റും.
അയഡിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഒരു പദാർത്ഥം തന്നിട്ട് അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അതിൽ കാർബോഹൈഡ്രേറ്റ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ബ്ലൂ ഫോർമേഷൻ കാണാനായിട്ട് പറ്റും. ബെനഡിക് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഷുഗർ ഇൻ യൂറിൻ. യൂറിനിൽ ഷുഗർ പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബെനഡിക് ടെസ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ഗ്ലൂക്കോസ് നമ്മുടെ ഫുഡിൽ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. അതിന് നമ്മൾ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്നുള്ള ഗ്ലാൻഡാണ്. പാൻക്രിയാസിൽ ഐലൻഡ്സ് ഓഫ് ലാംഗർ ഹാൻസിലുള്ള ആൽഫ ബീറ്റ സെൽസ് ഉണ്ട്. അതിൽ ബീറ്റ സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കാതാവുമ്പോൾ ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ആകാതെ ഗ്ലൂക്കോസായി തന്നെ ബ്ലഡിൽ കാണപ്പെടും. ആ ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിക് മെല്ലിറ്റസ്. നമ്മൾ സാധാരണയായിട്ട് ഷുഗർ എന്ന് പറയുന്നത് ഈ അവസ്ഥയാണ്. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പ്രോട്ടീൻസിനെ പറ്റി പറയാം. പ്രോട്ടീൻസ് രണ്ടാമത്തെ ചീഫ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൽ കാണപ്പെടുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണ്. പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് ബോഡി, ഗ്രോത്ത് ആൻഡ് റിപ്പയർ. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് മെയിനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ഈ പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബോഡി ബിൽഡേഴ്സ് എന്നാണ് പ്രോട്ടീൻസ് അറിയപ്പെടുന്നത്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്, പ്രോട്ടീൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് രൂപം കൊള്ളുന്നത്. ഇനി 1 gram ഓഫ് പ്രോട്ടീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 4 calories ഓഫ് എനർജിയാണ്. നമ്മൾ 1 gram പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 4 calories ഓഫ് എനർജി നമുക്ക് ലഭിക്കും. അടുത്താണ് ഫുഡ് കണ്ടെയ്ൻ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. ഏത് ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോയാബീൻ. സോയാബീനിൽ 72% എന്താണുള്ളത്? പ്രോട്ടീൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഹോൾസം ഫുഡ് എന്നറിയപ്പെടുന്നു സോയാബീൻ. സ്പൈസസ്, ഏത് സുഗന്ധ വ്യഞ്ജനമാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ മസ്റ്റാർഡാണ്. കടുകിലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉള്ളത് ഇൻ ദ കേസ് ഓഫ് സ്പൈസസ്. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് എഗ്ഗാണ്. സോഴ്സസ്, ഇനി പ്രോട്ടീൻ്റെ സോഴ്സസ് ആണ് മീറ്റ്, മിൽക്ക്, എഗ്ഗ്, ബീൻസ്, ഫിഷ് ആൻഡ് സീ ഫുഡ്സ്. അടുത്തത് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ഇൻ സ്റ്റൊമക്ക്, ബട്ട് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്. കാരണം പ്രോട്ടീൻസിൻ്റെ ഡൈജഷന് കുറേ ദഹനരസങ്ങളും ആസിഡ്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ പോയി ആമാശയത്തിൽ നിന്ന് മാത്രമേ അതിൻ്റെ പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അടുത്തതാണ് സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. ഒരെണ്ണം വിട്ടുപോയി. പ്രോട്ടീൻ സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഡ്യൂറിങ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ, ഉപവാസം അതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസിനെ ആ പ്രോട്ടീൻസ് ആണ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റാണ് സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. ഇതിൽ നൈട്രിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നൈട്രിക് ആസിഡ് ഈ സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ ഫൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോട്ടീൻ പ്രസൻ്റ് ആണെന്നുള്ളതാണ്. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ക്വേഷിയോർക്കർ ആൻഡ് മെരാസ്മസ്. ഇത് രണ്ടും കുട്ടികളിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. മെരാസ്മസിനെ ഡിസീസ് ഓഫ് അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പിൻ്റെ അസുഖം എന്നും അറിയപ്പെടാറുണ്ട്. ഇനി പ്രോട്ടീൻസ് കാണപ്പെടുന്നത് ഏതൊക്കെ ടൈപ്പ് പ്രോട്ടീൻസ് ആണ് ഓരോന്നിലും കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ മിൽക്ക് കെസീൻ ആണ്. പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ നെയിൽസ് ആൻഡ് ഹെയർ, മുടിയിലും നഖത്തിലും കാണുന്നത് കെരാറ്റിൻ ആണ്. പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്, നമ്മുടെ രക്തം കട്ടപിടിക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. മസിൽ സെൽസിൽ കാണുന്ന പ്രോട്ടീനാണ് മയോസിൻ. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ. ആൻറ്റിബോഡിയായിട്ട് ആക്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഇത്രയാണ് പ്രോട്ടീൻസിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് ഫാറ്റ്. ഫാറ്റ് മൂന്നാമത്തെ ചീഫ് കമ്പോണൻ്റ് ആണ്. ഫാറ്റിൻ്റെ മെയിൻ ഘടകങ്ങൾ കമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഈ 3 എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് അതിൽ കാണുന്നത്. ഇനി ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ്സ് ആണ് ട്രൈഗ്ലിസറൈഡ്സ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ട്രൈഗ്ലിസറൈഡ്സ് ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ഫാറ്റ് എന്നറിയപ്പെടുന്നത്.
ബേസിക് യൂണിറ്റ് ഓഫ് ഫാറ്റ് ആണ് ട്രൈഗ്ലിസറൈഡ്സ്. ട്രൈഗ്ലിസറൈഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും കാണാനായിട്ട് സാധിക്കും. ഇനി ഫങ്ഷൻസ് ഓഫ് ഫാറ്റ് ആണ് പറയുന്നത്. സെർവ്സ് ആസ് എ സ്റ്റോർഡ് ഫുഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡക്ഷനായിട്ട് സ്റ്റോർഡ് ഫുഡ് സോഴ്സായിട്ട് കാണപ്പെടുന്നത് ഫാറ്റാണ്. അതായത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ആവശ്യമുള്ള എനർജി ആയിട്ട് ഒരു പോർഷൻ അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കും. അതിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനധികം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്ന ആ ഭക്ഷണം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. നമ്മുടെ കൈകളിലും ബോഡിയുടെ പല പാർട്ടുകളിലും ഈ ഫാറ്റ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഫാറ്റെല്ലാം നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഇനി സോഴ്സസ് ആണ് പറയുന്നത്. ഗ്രൗണ്ട് നട്ട്സ്, ആൽമണ്ട്സ്, ഗീ, ബട്ടർ എക്സെട്ര ഇതെല്ലാം സോഴ്സസ് ഓഫ് ഫാറ്റ് ആണ്. 1 gram ഫാറ്റ് പ്രൊവൈഡ് 9.3 calories ഓഫ് എനർജി. 1 gram ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 9.3 calories ഓഫ് എനർജി നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാലും അതും ഫാറ്റ് തന്നെയാണ്. എനർജി സോഴ്സസ് ഓഫ് ദ ബോഡിയാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും. ആസിഡ് പ്രസന്റ് ഇൻ എനിമൽ ഫാറ്റ് ആണ് സ്റ്റിയറിക് ആസിഡ് നമ്മുടെ ബോഡിയിലെ എനിമൽ ഫാറ്റിൽ ആസിഡാണ് പ്രസന്റ് ആയിരിക്കുന്ന ആസിഡാണ്. അങ്ങനെ നമ്മുടെ ഫാറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 4ാമത്തെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. മിനറൽസ് നമുക്കറിയാം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. മിനറൽസ് കൺട്രോൾസ് ബ്ലഡ് പ്രഷർ. ഏത് മിനറലാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്? സോഡിയം അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് സോഡിയത്തിന് നാട്രിയത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോഡിയമാണ് നമ്മുടെ മിനറൽ വിച്ച് കൺട്രോൾസ് ടു ഹെൽപ്പ് ബ്ലഡ് പ്രഷർ. മിനറൽ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ അയൺ ആണ്. അയൺ അഥവാ Fe ആണ് നമ്മുടെ മിനറൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ. ഹീമോഗ്ലോബിൻ നമുക്കറിയാം ബ്ലഡിൽ കാണുന്ന സെൽസാണ്. ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ ആണെന്നറിയാം. റെഡ് ബ്ലഡ് സെൽസിൻ്റെ മുകളിലാണ് ഈ ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിരിക്കുന്നത് നമുക്കറിയാം. ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ സഹായിക്കുന്ന മിനറലാണ് അയൺ അഥവാ Fe എന്ന് പറയുന്നത്. അതായത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള 4 അയൺ ആറ്റംസ് കാണാനായിട്ട് സാധിക്കും. ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് അയൺ ബൈ ആൻ അഡൾട്ട് പേഴ്സൺ ആണ് 10 milligram. ഒരു അത്യാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന് ഡെയിലി 10 milligrams ഓഫ് അയൺ ഡെയിലി റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ പറയുന്നത് മിനറൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ ആൻഡ് ടിയേഴ്സ്. കണ്ണുനീരിലും ഇൻസുലിനും കാണുന്ന മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സിങ്കാണ്, സെഡൻ. ബോൺസിലും ടീത്തിലും കാണുന്നത് അല്ലെ അതിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനറലാണ് കാൽഷ്യം അഥവാ Ca. സ്പൈസസ് വിച്ച് കണ്ടെയ്ൻസ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് അയൺ ആണ് ടർമറിക് അതായത് മഞ്ഞൾ അല്ലെങ്കിൽ ടർമറിക്കിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അയണാണ്. അയൺ ഏറ്റവും കൂടുതൽ കാണുന്ന സ്പൈസ് ഏതാണെന്ന് ചോദിച്ചാലും അത് ടർമറിക് ആണ്. മിനറൽസിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ മിനറൽസും മാക്രോ മിനറൽസും. മൈക്രോ മിനറൽസ് ഓൾസോ നോൺ ആസ് ട്രേസ് മിനറൽസ്. അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കുറവ് അളവിൽ മാത്രം ആവശ്യമുള്ള മിനറൽസിനെയാണ് മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് അളവിൽ ആവശ്യമുള്ളതിനെയാണ് മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അയൺ, സിങ്ക്, അയഡിൻ, സെലനിയം, കോപ്പർ, മാംഗനീസ്, ഫ്ലൂറിൻ, ക്രോമിയം, മോളിബ്ഡിനം. അടുത്താണ് മാക്രോ മിനറൽസ് കൂടുതൽ അളവിൽ നമ്മുടെ ബോഡിയിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മുടെ ബോഡിയിൽ റിക്വയർമെൻറ്റ്സ് ഉള്ളവരാണ് മാക്രോ മിനറൽസ്. അതിന് എക്സാമ്പിളാണ് സോഡിയം, ക്ലോറിൻ, പൊട്ടാഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഇനി അടുത്തത് പഠിക്കാനായിട്ട് എളുപ്പത്തിന് ഒരു ടേബിൾ ഫോമിലാണ് വെച്ചിരിക്കുന്നത്. അത് മിനറൽസ് ഉണ്ട്, മിനറൽസിൻ്റെ സോഴ്സസ് ഉണ്ട്, ഏതൊക്കെ കഴിച്ചാലാണ് ഈ പെർട്ടിക്കുലർ മിനറൽ നമുക്ക് ബോഡിയിൽ കിട്ടുന്നത്, പിന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ്. ആദ്യമായിട്ട് അയൺ ആണ്. ഇതൊക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. ഫസ്റ്റത്തെ തന്നെ മിനറലാണ് അയൺ. അതിൻ്റെ സോഴ്സസ് ആണ് എഗ്ഗ്, ഫിഷ്, മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്, അയൺ കൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി, അയൺ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് അളവിൽ ഇല്ലാതായിരിക്കുമ്പോൾ ഇല്ലാത്ത ആ കണ്ടീഷനെയാണ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്.
അതാണ് അനീമിയ. അനീമിയ എന്ന് പറയുന്നത് നമ്മൾ വിളർച്ച, രക്തക്കുറവ് എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. അടുത്തതാണ് കാൽഷ്യം. കാൽഷ്യത്തിൻ്റെ സോഴ്സസ് ഫിഷ്, മിൽക്ക് പ്രൊഡക്ട്സ്, ഇതിലെല്ലാം കാൽഷ്യം നല്ല കൂടിയ അളവിൽ കാണപ്പെടും. ഓസ്റ്റിയോപോറോസിസ്, പിന്നെ ടെറ്റനസ്, പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഇതൊക്കെയാണ് കാണുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എല്ല് തേയ്മാനം, അതൊക്കെ ഉണ്ടാവുന്നത്. അസ്ഥിക്ഷയം, അങ്ങനെയാണ് ശരിക്കുള്ള മലയാളം വേർഡ് വരുന്നത് ഓസ്റ്റിയോപോറോസിസിൻ്റെ. പിന്നെ ടെറ്റനസ് നമുക്കറിയാലോ, ഈ തന്നെ ബോണിലുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുക, ഹൈറ്റ് ഒന്നും വയ്ക്കാണ്ടാവുക, അങ്ങനെ നമ്മുടെ വളർച്ച മുരടിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അടുത്താണ് സോഡിയം. സോഡിയത്തിൻ്റെ സോഴ്സസ് സോൾട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഇംപ്രോപ്പർ മസിൽ കോൺട്രാക്ഷൻസ്. അടുത്തത് പൊട്ടാഷ്യം ആണ്. പൊട്ടാഷ്യത്തിൻ്റെ മെയിൻ സോഴ്സസ് വെജിറ്റബിൾസ്, ബനാന, ഡേറ്റ്സ് ഒക്കെയാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള നെർവ്സ് ഡിസോർഡേഴ്സ് ആണ്. പുവർ മസിൽ കൺട്രോള് ലീഡിങ് ടു പാരാലിസിസ്, നമ്മുടെ ബോഡി ഫുള്ളായിട്ട് തളർന്നു കിടക്കുക, ആ അവസ്ഥയാണ് പാരാലിസിസ് എന്ന് പറയുന്നത്. അതിനും ലീഡ് ചെയ്യുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്, കുറവാണ്. മെഗ്നീഷ്യത്തിൻ്റെ സോഴ്സസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സോയാബീനുമാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഹാർട്ട് ആൻഡ് വാസ്കുലാർ ഇറഗുലാരിറ്റീസ് ആണ്. ഹാർട്ടും പിന്നെ രക്തക്കുഴൽ, വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലാണ് വരുന്നത്. അത് റെഗുലർ ആകാതെ ഇറഗുലറായിട്ട് പ്രവർത്തിക്കുക, അതിലേക്കുള്ള ഇറഗുലാരിറ്റീസ്. അടുത്ത അയഡിനാണ്. സീ ഫുഡിൽ, ലീഫി വെജിറ്റബിൾസിൽ, അയഡൈസ്ഡ് സോൾട്ടിലെല്ലാം ഇതിൻ്റെ അയഡിൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണ് ഗോയിറ്റർ, ക്രെട്ടനിസം, മിക്സഡിമ. അടുത്തതാണ് സിങ്ക്. അതിൻ്റെ മെയിൻ സോഴ്സസ് ചീസ്, മീറ്റ്, ഓയിസ്റ്റർ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് റെഡ്യൂസ്ഡ് റെസ്പിറേഷനാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് വാട്ടറാണ്. അടുത്തത് വാട്ടർ, അഞ്ചാമത്തെ മെയിൻ ന്യൂട്രിയൻ്റ് ആണ് വാട്ടർ. നമ്മുടെ ബോഡിയിൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ അവർ ബോഡി 65% ആണ്. നമ്മുടെ ബോഡിയുടെ 65% വാട്ടറാണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ 35 to 40 ലിറ്റേഴ്സ് ആണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യൻ്റെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 35 to 40 ലിറ്റേഴ്സ് ആണ്. വാട്ടർ കണ്ടൻറ്റ് ഇൻ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ബ്ലഡിൽ കാണുന്നത്. ബ്ലഡിൽ നിന്ന് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസും എല്ലാം മാറ്റി കഴിഞ്ഞാൽ കാണപ്പെടുന്ന ആ യെല്ലോ കളർ സൊല്യൂഷനാണ്, ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. അത് 92% ആണ് പ്ലാസ്മയിലുള്ള വാട്ടർ കണ്ടൻറ്റ്. ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്മ ഇൻ ബ്ലഡിലത്തെ പ്ലാസ്മയുടെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 55% ആണ്. ഈ വാട്ടർ എന്ന് പറയുന്നത് ഡസ് നോട്ട് പ്രൊവൈഡ് എനി എനർജി പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇറ്റ്സ് പ്രൊവൈഡ് മീഡിയം ഫോർ ഓൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കാനായിട്ടൊരു മീഡിയം ആവശ്യമാണ്. ആ മീഡിയം പ്രദാനം ചെയ്യുന്നതാണ് വാട്ടർ. ഇതാണ് മെയിനായിട്ടുള്ള 5 ന്യൂട്രിയൻസ്. ആറാമത്തെ മെയിൻ ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.